എൻട്രൻസ് എക്സാമിന് ഫോക്കസ് ചെയ്ത് +2 കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ +2 മാർക്ക് കുറയുമോ? പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനുള്ളതാണ്. ഇതൊരു വർഷം ബോർഡ് എക്സാമിൻ്റെ സമയമല്ലേ, അപ്പോൾ അവർ ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യട്ടെ, അതിനുശേഷം എൻട്രൻസിനെ കുറിച്ച് ആലോചിച്ചാൽ പോലെ. സോ ലെറ്റ്സ് കം ടു ദാറ്റ് പോയിന്റ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നീറ്റിനും അല്ലെങ്കിൽ മറ്റേതൊരു എൻട്രൻസ് എക്സാമിനും പഠിക്കുന്ന സിലബസ് +1 +2 കുട്ടികൾ പഠിച്ചിട്ടുള്ള സിലബസാണ്. അപ്പോൾ പിന്നെ എന്താ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? അതിന് വേറെ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ? ശരിക്കും ഒന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ +1 പഠിച്ച ഒരു ചാപ്റ്റർ മിസ് പറയാം, നിങ്ങൾ സുവോളജിയിൽ പഠിച്ചിട്ടുള്ള നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കും. ഈ ചാപ്റ്ററിൽ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ നല്ല രസമായി പടം വരച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ലേബിളിംഗ് അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഡ്രോ എ ലേബിൾ ഡയഗ്രാം ഓഫ് ന്യൂറോൺ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ് ഓഫ് സം പാർട്സ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അത്രയും പോർഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലേബിൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ മിസ് ചെയ്താൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കുറയും, എങ്കിലും മാർക്ക് കിട്ടാതെ ഇല്ല അല്ലേ? ദർ ഇസ് നത്തിങ് ലൈക്ക് എ നെഗറ്റീവ് അവിടെ വരത്തില്ല, 0 വരത്തില്ല. നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും എഴുതിയാൽ യു വിൽ ഗെറ്റ് എ സ്കോർ. പക്ഷേ ഇതേ ഒരു ക്വസ്റ്റ്യൻ ഇതേ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് നീറ്റിനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും അതിൽ ചോദിക്കുക, ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ചോദിക്കുന്നത് നിസൽസ് ഗ്രാന്യൂൾസ്, വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് നിസൽസ് ഗ്രാന്യൂൾസ്, എന്നിട്ട് അവരതിൽ 4 ഓപ്ഷൻസ് തരും. നമുക്കറിയാം നിസൽസ് ഗ്രാന്യൂൾസ് നമ്മുടെ ന്യൂറോണിലുള്ള ഒരു പാർട്ടാണ് ആൻഡ് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് പ്രോട്ടീൻ സിന്തസിസ്. എന്നാൽ ഈ ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞൂടാത്തൊരു കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? നിങ്ങൾ പഠിച്ച സാധനം തന്നെയല്ലേ രണ്ടിടത്തും വന്നിട്ടുള്ളത്, ബട്ട് ദ തിങ് ഇസ് ഡീറ്റെയിലിംഗ്. പലപ്പോഴും ബോർഡ് എക്സാമിന് വേണ്ടി എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ഒരു ആൻസറിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ് ചെയ്യുക. കുറച്ചുകൂടെ കൺസെപ്ഷ്യലായി അല്ലെങ്കിൽ എല്ലാ പോയിന്റിനെയും ഒന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ ദാറ്റ് ഈസ് നീറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്കിലോ എക്സ്ട്രാ സിലബസോ ഒന്നും വരുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന സാധനം കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കുന്നു. ഇതുകൊണ്ട് ആക്ച്വലി നിങ്ങളുടെ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്പ് അല്ലേ വരുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇലാബറേറ്റ് ആയി ബ്രോഡായിട്ട് എഴുതാൻ പറ്റും. എല്ലാ കൺസെപ്റ്റ്സും ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ദ പാറ്റേൺസ് ആർ ഡിഫറെൻറ്റ്. ഈ 2 പാറ്റേൺസ് ഓഫ് പേപ്പറും നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ആക്കാവുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ സ്കോർ കൊണ്ട് നിങ്ങൾക്ക് മേജറായിട്ടുള്ള ഒരൊറ്റ കോഴ്സിനും ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി ക്രാക്ക് ചെയ്യണം. നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ കേരളത്തിലാണെങ്കിൽ കീം എഴുതണം. ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ IIT പോലുള്ള മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കാണെങ്കിൽ JEE എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം. ഇനി നിങ്ങൾക്ക് BSc MSc ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചെയ്യണമെങ്കിലോ QH പോലുള്ള എൻട്രൻസ് എക്സാംസ് എഴുതണം. ആൻഡ് എവ്രിവെയർ വെൻ യു ഹാവ് ടു എൻറ്റർ ആഫ്റ്റർ 12th എവിടെ ചെല്ലണമെങ്കിലും നമുക്ക് ഈ MCQ പാറ്റേണിലുള്ള എൻട്രൻസ് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഏറ്റവും നല്ലത് ആദ്യമേ തുടങ്ങുന്നതല്ലേ. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് +2 ഇറ്റ്സെൽഫ്. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആയി പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് ബോർഡിനും അതുപോലെ തന്നെ എൻട്രൻസിനും കിടിലം സ്കോർ അറ്റൈൻ ചെയ്യാം. സോ ഡു ഇറ്റ്.